എല്ലാവർക്കും മല്ലു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മഖാന ബിസിനസ് ആണ്. അപ്പോൾ മഖാന എന്ന് പറയുന്നത് എന്താണ്? മഖാന എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ലോട്ടസ് സീഡ്, അതായത് നമ്മുടെ താമരയുടെ കുരു കളക്ട് ചെയ്ത് അത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഒക്കെ ഫ്രൈ ചെയ്തൊക്കെ എടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഇത് ഇവർ കളക്ട് ചെയ്യുന്നതാണ്. ഇത് ബേസിക്കലി നമുക്ക് കൂടുതൽ ഇത് ഉണ്ടാകുന്നത് ബീഹാർ പോലത്തെ ഏരിയാസിലാണ്. ഓക്കെ, ബീഹാർ പോലത്തെ ഏരിയാസിൽ ഇതുണ്ടായി ഇവരിത് കളക്ട് ചെയ്തതിന് ശേഷം ഇത് വൃത്തിയാക്കി ഡ്രൈ ചെയ്തൊക്കെ എടുത്ത് ചെയ്യുകയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ ഈ മഖാന ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നിങ്ങളോട് പറയുന്നത്? മഖാന ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അധികം ആരും ഈ ഒരു ബിസിനസ് ചെയ്യുന്നില്ല. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് എക്സ്പോർട്ട് മാർക്കറ്റ്, അതായത് ഇൻ്റർനാഷണലി വളരെ ഹ്യൂജ് മാർക്കറ്റുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ്. കാരണം ഇപ്പോൾ US UK മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ എസ്പെഷ്യലി ഈ മഖാന എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ലോട്ടസ് സീഡിന് ഹൈലി റിച്ച് ഇൻ പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീൻ ഭയങ്കരമായിട്ടുണ്ട്, പക്ഷേ എന്നാൽ അതിൽ ഫാറ്റ് കണ്ടൻറ്റ് ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പം പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുണ്ട്, ഫാറ്റും ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല ഡയറ്റ് പ്ലാൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ മഖാന നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കരമായിട്ട് ഇന്ത്യയിലാണെങ്കിൽ കൂടി നല്ല രീതിയിൽ ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു മാർക്കറ്റ് അനാലിസിസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. നിങ്ങളൊരു വർഷം അല്ലെങ്കിൽ ഒരു മാസം 10 ലക്ഷം രൂപയുടെ വരുമാനമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ലേറ്റർ ഓൺ സ്റ്റേജിൽ എങ്ങനെ എത്തിക്കണം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഈ കാണുന്നതാണ് ഈ മഖാന ചൂടാക്കി അതിൻ്റെ തോട് കളഞ്ഞ് അത് നല്ല രീതിയിൽ പ്രോഡക്റ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ആക്ച്വലി ഈ മഖാന എന്ന് പറയുന്നത് നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കിത് ഇന്ത്യ മാർട്ട് പോലത്തെ വെബ്സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മഖാന ഹോൾസെയിലായിട്ട് വാങ്ങിക്കാൻ പറ്റും. 10 കിലോയ്ക്ക് 1000 രൂപ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതും ഞാൻ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ indiamart.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്, അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അതിനകത്ത് നിങ്ങൾ പോകുമ്പോൾ റിലയബിൾ ആയിട്ടുള്ള നല്ല സപ്ലയറിനെ നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, ഈ തോട് പൊട്ടിച്ചെടുക്കുന്നതാണ് ഈ ഒരു മഖാന എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഈ വെള്ള കളറിലിരിക്കുന്ന ഒരു മലര് പോലത്തെ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് പാക്ക് ചെയ്ത് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ഡിസൈനിങ് ഒക്കെ കയറ്റിയാണ് ആൾക്കാരിത് വിൽക്കുന്നത്. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഇത് സാധിക്കും. അപ്പം ഇത് നമ്മൾ ഇതിൻ്റെ ഒരു ആമസോണിലും ഇന്ത്യ മാർട്ടിലും ഒക്കെ ഉള്ള ഒരു ഇതിൻ്റെ വിസിബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഈ കാണുന്നതാണ് മഖാന. ഓക്കെ, അപ്പം നമ്മൾ ആമസോൺ പോലത്തെയൊക്കെ വെബ്സൈറ്റിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ amazon.com അത് .com ആണ് ഇൻ്റർനാഷണലി ഉള്ളത്. ഓക്കെ, നമ്മളിനി ഇന്ത്യ മാർട്ടിലാണ് പോകുന്നത്. ഇന്ത്യ മാർട്ടിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തേക്കുന്ന പ്രൈസ് 990 rupees പെർ കിലോഗ്രാം, പിന്നെ 1300 രൂപ പെർ കിലോഗ്രാമിനൊക്കെ നമുക്കിത് വാങ്ങിക്കാനായിട്ട്. ഇതൊക്കെ പാക്കറ്റായിട്ടാണ്. ഹോൾസെയിലായിട്ട് വരുമ്പോൾ പിന്നെ റേറ്റ് ഭയങ്കരമായിട്ട് കുറയും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മളിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ബ്രാൻഡിങ്ങിൽ മഖാന പ്രോഡക്റ്റിൻ്റെ ഇത് 1250 രൂപ പെർ കിലോഗ്രാമാണ്. 10 കിലോഗ്രാമിൻ്റെ സൈസിലൊക്കെ വരുന്നതാണ് ഇതുള്ളത്. അപ്പോൾ നിങ്ങളിത് വാങ്ങിച്ചിട്ട് amazon.com പോയി കഴിഞ്ഞാൽ നമുക്കറിയാം amazon.com ഡോളേഴ്സിലാണ് ഇത് വിൽക്കുന്നത്. അപ്പോൾ ഡോളേഴ്സ് വിൽക്കുമ്പോൾ ഇതിൽ 1/2 കിലോയ്ക്കൊക്കെ അല്ലെങ്കിൽ 1 കിലോയൊക്കെ നിങ്ങൾ വിൽക്കുമ്പോൾ അതിലൊരു പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് 6000 രൂപയോളമാണ് ഇതിൻ്റെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും മാർജിനുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ് ഈ മഖാന എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ബിസിനസ് അനാലിസിസ് ഇന്ത്യയിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ബിസിനസ് ചെയ്യാം, അപ്പോൾ ഇവിടെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തും ഇത് എക്സ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാം. അതിൻ്റെ ഒരു ബിസിനസ് അനാലിസിസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. നമ്മളിനി നോക്കാൻ പോകുന്നത് മഖാന ബിസിനസ് അല്ലെ ലോട്ടസ് സീഡ് ബിസിനസ്, താമരയുടെ കുരു കൊണ്ടുണ്ടാക്കുന്ന ബിസിനസ്സിൻ്റെ ബിസിനസ് ഓവർവ്യൂ ആണ്. അപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹൈ ക്വാളിറ്റി മഖാന ആണ്. അത് എഡിബിളായിട്ടുള്ള നമ്മുടെ ലോട്ടസിൻ്റെ സീഡ്സിൽ നിന്ന് കിട്ടുന്നതാണ്. അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ കണ്ടു, അതിൻ്റെ പ്രോസസ്സൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അല്ലെങ്കിൽ നമുക്കെന്താ ഇന്ത്യ മാർട്ട് പോലത്തെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ റിലയബിൾ ആയിട്ടുള്ള സപ്ലയേഴ്സിനെ തപ്പി അവരുടെ നിന്ന് നമുക്കിത് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഫിറ്റ്നസ് ഇൻതൂസിയാസ്റ്റുകളുണ്ട്, പിന്നെ ലോ കാലറി സ്നാക്ക്. അപ്പം നമുക്കറിയാം ഈ ഒരു മഖാനയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മഖാന എന്ന് പറയുന്നത് ഫാറ്റ് കണ്ടൻറ്റ് ഇല്ലാത്ത നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു
പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റവന്യൂ ഗോൾ എന്ന് പറയുന്നത് നമ്മളൊരു 10 ലക്ഷം രൂപ പെർ മന്ത് വരുമാനമായിട്ട് നമുക്ക് കിട്ടണം. അതാണ് നമ്മുടെ ഒരു എയിം. ഓക്കെ, അപ്പം മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഇതിന് ഡിമാൻഡ് കേരളത്തിൽ നമുക്കറിയാം ഹെൽത്തി സ്നാക്സ് ഉണ്ടാക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിമാൻഡുണ്ട്. അതൊരു ഹൈ പ്രോട്ടീൻ ലോ കാലറി സ്നാക്ക് ആയതുകൊണ്ട് മഖാനയ്ക്ക് കുറച്ചുകൂടെ ഒരു പ്രാധാന്യം ഉണ്ട്. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നമുക്ക് ലോക്കൽ സ്നാക്കിൻ്റെ ബ്രാൻഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ മഖാനേനെ നമ്മൾ പൊസിഷൻ ചെയ്യേണ്ട ഒരു പ്രീമിയം ന്യൂട്രീഷ്യസ് ഓൾട്ടർനേറ്റീവ് ആയിരിക്കണം പോപ്പുലർ സ്നാക്കിൽ. ഓക്കെ, പിന്നെ ഉള്ളത് ഇത് സോഴ്സ് ചെയ്യുക. ഇതെങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് എങ്ങനെ നമ്മളിത് സോഴ്സ് ചെയ്യും. ഒന്ന് സപ്ലയർ സെലക്ഷനാണ്. ഒന്ന് നല്ല ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള സപ്ലയേഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കുക. ഇന്ത്യ മാർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടും. ഇവരെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് ഇവരോട് സാമ്പിൾ അയച്ചു തരാൻ പറയണം. എന്നിട്ട് ആ സാമ്പിൾ നമ്മൾ ചെക്ക് ചെയ്യണം. കോമ്പറ്റേറ്റീവ് പ്രൈസിങ് ആയിരിക്കണം, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിങ് കൊണ്ടുവരണം. പിന്നെ കൺസിസ്റ്റൻറ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മളിതെല്ലാം നോക്കി. അപ്പം നമ്മൾ ഇന്ത്യ മാർട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു കുറച്ച് പ്രൈസിങ് 700 രൂപ മുതൽ 1000 രൂപ വരെ പെർ കിലോഗ്രാമിന് നമുക്ക് സാധനം കിട്ടും. ഓക്കെ, പിന്നെ ക്വാളിറ്റി അഷുറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. എസ്റ്റാബ്ലിഷ് സ്ട്രിക്റ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഇൻസ്പെക്ട് ഓൾ ബാച്ചസ് ഫോർ ക്വാളിറ്റി, ഫ്രഷ്നെസ്, ഷെൽഫ് ലൈഫ് ടു എൻഷുർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ട്രസ്റ്റ്. പിന്നെ പ്രോഡക്റ്റ് ലൈൻ ആൻഡ് പ്രൈസിങ് നമ്മൾ നോക്കുമ്പോൾ ബേസിക് ഫ്ലേവേഴ്സ് കൊടുക്കുക. അതായത് സോൾട്ടഡ്, ചില്ലി, ചീസ് അങ്ങനെയുള്ള പോപ്പുലർ ഫ്ലേവേഴ്സ് നമ്മൾ കൊടുക്കുക. പ്രീമിയം ഫ്ലേവേഴ്സ് എന്ന് പറയുമ്പോൾ ട്രഫിൾ, വസാബി അങ്ങനെയുള്ള പെരി പെരി ഓപ്ഷൻസ് ഒക്കെ വേണം നമുക്ക് കൊടുക്കാം. പാക്കേജിങ് വരുമ്പോൾ മഖാന വേരിയസ് സൈസസ് വരും. 200 ഗ്രാം മുതൽ 100 ഗ്രാം ഒക്കെ അങ്ങനത്തെ രീതിയിൽ നമുക്ക് കൊടുക്കാം. പിന്നെ പ്രൈസിങ് അറൗണ്ട് 150 to 200 റുപ്പീസിൻ്റെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ വേറെ കാര്യം വെച്ചാൽ ഇത് നമ്മൾ ബേസിക്കലി ഇന്ത്യയിൽ സെല് ചെയ്യുമ്പോഴാണ്. പുറത്തോട്ട് വരുമ്പോഴേക്ക് നമുക്കറിയാം ഇത് നമ്മൾ 1000 രൂപ പെർ കിലോഗ്രാം വാങ്ങിക്കുവാണെങ്കിൽ 100 ഗ്രാമിനൊക്കെ ചിലപ്പം അല്ലെങ്കിൽ ഒരു കിലോഗ്രാമിന് നമുക്ക് ഏകദേശം 6000 രൂപയോളം പ്രോഫിറ്റ് തരുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ്. അത് നമ്മൾ എസ്പെഷ്യലി US, UK മാർക്കറ്റിലേക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിലാണ് ഈ ഒരു മെച്ചം നമുക്ക് കിട്ടുന്നത്. ഓൺലൈൻ പ്രസൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് വേണം സ്വന്തം വെബ്സൈറ്റ് ഉപയോഗിക്കാം. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പോപ്പുലർ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട്, ബിഗ് ബാസ്ക്കറ്റിലൊക്കെ നമുക്കിത് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ റീറ്റെയിൽ പാർട്ണർഷിപ്പ് നോക്കുവാണെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ പോവാം, ഹെൽത്ത് ഫുഡ് സ്റ്റോർസിൽ പോവാം, ജിമ്മുകളിലൊക്കെ ഇതൊരു പ്രോഡക്റ്റായിട്ട് വെക്കാം. പിന്നെ ഡയറക്റ്റ് ടു കസ്റ്റമർ, അതായത് സ്റ്റോൾസ്, ഫിറ്റ്നസ് സെൻറ്റേഴ്സ് ഒക്കെ വെക്കുക, യോഗ സ്റ്റുഡിയോസ് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ ഉള്ളത് മാർക്കറ്റ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ബ്രാൻഡിങ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഈവൻറ്റ്സ്, ജിം ഈവൻറ്റ്സ് ഒക്കെ നമുക്ക് വേണേൽ സ്പോൺസർ ചെയ്യാം. പിന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് ആണ്. പ്രൊമോട്ട് മഖാന ഹെൽത്ത് ബെനിഫിറ്റ്സ് വയ എൻഗേജിങ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, ഷോർട്സിൻ്റെ വീഡിയോസ്, റീൽസ്, ഈ റെസിപ്പീസൊക്കെ മഖാന ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പീസ് നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാം അല്ലെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാം. പിന്നെയുള്ളത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ഇൻതൂസിയാസ്റ്റുകളെയൊക്കെ നമുക്ക് വെച്ചിട്ട് അതാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്. അപ്പോൾ ആ നീഷുള്ള ആൾക്കാരെ നമുക്ക് ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഡക്റ്റ് സെല്ല് ചെയ്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. കണ്ടൻറ് മാർക്കറ്റിംഗ് ഉണ്ട്, ബ്ലോഗ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ യൂസ് ചെയ്തിട്ട് നമുക്ക് റെസിപ്പി ഐഡിയാസും കാര്യങ്ങളും ഷെയർ ചെയ്യാം. പിന്നെ സാമ്പിളിംഗ് ഈവൻറ്റ്സ് എന്ന് പറയുമ്പം എന്താണ്, നമുക്ക് ജസ്റ്റ് കുറച്ച് സാമ്പിൾസ് വേണേൽ സൂപ്പർ മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ മാൾസിലോ ഒക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ആൾക്കാർക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഫ് ദേ ലൈക്ക് ഇറ്റ് ദേ ക്യാൻ ബൈ ഇറ്റ്. ഓക്കെ, നമ്മളിതിൻ്റെ ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ഫൈനാൻസ് പാർട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ മന്ത്ലി എക്സ്പെൻസ് ആൻഡ് ബ്രേക്ക് ഡൗൺ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റ് കോസ്റ്റ് ഏകദേശം 3 മുതൽ 4 ലക്ഷം രൂപ വരെ നമ്മളിത് സോഴ്സ് ചെയ്യുന്നതിന്, പിന്നെ അതിൻ്റെ പാക്കേജിങ് മെറ്റീരിയലിനൊക്കെ നമുക്ക് ആവശ്യം വരും. പിന്നെ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 lakhs ഓൺലൈൻ ആഡ്സിന് വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിന് സാമ്പിളിംഗ് ഇവൻറ്റ്സ് നമ്മൾ മാറ്റിവെച്ചു. ഇതൊക്കെ ഒരു വലിയ സ്കെയിൽ ചെയ്യുമ്പോഴാണ്. ചെറിയ സ്കെയിൽ ചെയ്യുമ്പോൾ ഇത്രയും ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരു 20,000-30,000 രൂപയൊക്കെ ഒരു മന്ത്ലി നമ്മളൊന്ന് മാറ്റി വെച്ചാൽ മതി. ഓക്കെ, അപ്പം ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ അറൗണ്ട് 1 lakh വെയർ ഹൗസിങ്ങിന്, സ്റ്റാഫ് സാലറീസ്, അങ്ങനെയുള്ള എക്സ്പെൻസസുകളൊക്കെ. പിന്നെ ലോജിസ്റ്റിക്സ് വരുമ്പോഴേക്കും നമുക്ക് 1 lakh ഷിപ്പിങ്ങും ഡിസ്ട്രിബ്യൂഷനും, വണ്ടി ഡിസ്ട്രിബ്യൂഷന് പോകുന്നതിനൊക്കെയുള്ള പൈസ ആവും. പിന്നെ ടോട്ടൽ മന്ത്ലി എക്സ്പെൻസ് ഏകദേശം നമുക്ക് എത്രയാണ്, 6 മുതൽ 7 ലക്ഷം രൂപ വരെ എക്സ്പെൻസ് വരും. റവന്യൂ പ്രൊജക്ഷൻ എന്ന് പറയുമ്പം നമ്മൾ എത്ര, അതായത് 200 രൂപയാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് വെക്കുന്നത് പെർ 100 ഗ്രാം എങ്കിൽ നമ്മൾ ഒരു മാസം ഏകദേശം 5000 യൂണിറ്റ് സെല്ല് ചെയ്യണം. അപ്പോൾ അത്രയും സെല്ല് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു മാസം
10 ലക്ഷം രൂപയുടെ വരുമാനം നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പ്രോഡക്റ്റ് വേരിയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓർഗാനിക്, ഗ്ലൂട്ടൻ ഫ്രീ, പ്രീമിയം ഫ്ലേവേഴ്സ് ഒക്കെ കൊടുക്കാം. ബ്രാൻഡ് എക്സ്പാൻഡ് ചെയ്യാം. ഹെൽത്ത് സ്നാക്സിൽ വേറെ നട്ട്സും സീഡ്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം. പിന്നെ കേരളത്തിന് ഔട്ട്സൈഡ് ആയിട്ടുള്ള മാർക്കറ്റ്സ് ടാർഗറ്റ് ചെയ്യാം. നമുക്ക് അവിടെയാണ് കൂടുതലും മാർജിനിൽ സാധനം സെല്ലായി പോകാനായിട്ട് സാധ്യതയുള്ളത്. പിന്നെ മോണിറ്ററിങ് ആൻഡ് ഗ്രോത്ത് ട്രാക്കിങ്ങിൻ്റെ കേസിൽ ഈ സെയിൽസ് ഡേറ്റ, കസ്റ്റമർ ഫീഡ്ബാക്ക് നോക്കിയിട്ട് നമ്മൾ കോസ്റ്റ് എഫിഷ്യൻസി അങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടുക. ഓക്കെ, യൂട്ടിലൈസ് കസ്റ്റമർ ഇൻസൈറ്റ്സ് ഫോർ പ്രോഡക്റ്റ് ഇന്നോവേഷൻ ആൻഡ് റിഫൈൻ മാർക്കറ്റിംഗ് അപ്രോച്ച് ടു റീച്ച് 10 lakh റവന്യൂ ഗോൾ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മഖാന ബിസിനസ്സിൻ്റെ ഒരു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം ഒരു ബിസിനസ് ഐഡിയ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.